ഓരോ വർഷവും യൂണിവേഴ്സിറ്റി തുടങ്ങുന്നത് പരീക്ഷയിലൂടെയാണ്. 2025 കാര്യത്തിലും അത്ര വലിയ പ്രത്യേകത ഒന്നുമില്ല. 2025 തുടങ്ങുന്നത് ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി എക്സാമോട് കൂടിയാണ്. നമുക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത് യൂണിവേഴ്സിറ്റി 2024 എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, അതിൽ നിന്ന് വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, ഇനി എന്തൊക്കെ കാര്യങ്ങൾ തിരുത്തണം, മുന്നോട്ട് പോകണം. ബാർകോഡ് സിസ്റ്റം 2022 സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഡിഗ്രി പ്രോഗ്രാമിലേക്ക് കൂടുതലായി എത്തിയത് 2023 തുടർന്ന് 2024 ബാർകോഡ് സിസ്റ്റം വിദ്യാർത്ഥികളെ കുറേയധികം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ബുക്ക്ലെറ്റിൽ പരീക്ഷ എഴുതാൻ സാധിക്കുക, റെക്കോർഡ് വേഗത്തിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്നും, പലപ്പോഴും പരീക്ഷകളുടെ റിസൾട്ടിൻ്റെ റെക്കോർഡും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ വെളിനാട്ടിലുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ പബ്ലിഷ് ചെയ്തു എന്നാണ് കേട്ടിരുന്നത്. എന്നാൽ ഈ കാര്യങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടപ്പിലാകുമെന്ന കാര്യം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണെന്നും അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും യൂണിവേഴ്സിറ്റി 2024 പറയുന്നുണ്ട്. രൂപയുടെ മൂല്യവും അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വ്യക്തത കൂടുതലായി മനസ്സിലാക്കിയത് 2024 യൂണിവേഴ്സിറ്റി നടപ്പിലാക്കിയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ ഹൈക്കാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പണ്ടുണ്ടായ ഫീസ് സ്ട്രക്ചർ അല്ല ഇപ്പോൾ ഉള്ളത്, കുറച്ചധികം മാറ്റം വരുത്തിയിട്ടുണ്ട്. റിസൾട്ട് വരുമ്പോൾ അത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ റിസൾട്ട് അല്ല വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് റീവാലുവേഷന് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ആ കാര്യങ്ങൾ നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പറയുന്ന കാര്യമാണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്, ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് അല്ല, സാധാ ഒരു ഡിഗ്രി കോഴ്സാണ്, തലേ ദിവസം ഇരുന്ന് പഠിച്ചാലും വിജയിക്കുമെന്ന ഒരു തോന്നൽ 2024 ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഓഡ് സെമസ്റ്റർ പരീക്ഷകളൊക്കെ ഒരു മാസത്തിലാണ് വന്നത്, 1, 3, 5 സെമസ്റ്റർ പരീക്ഷകൾ. അതിൽ തന്നെ ഓരോ സെമസ്റ്ററിനും അടുപ്പിച്ചാണ് എക്സാം വരുന്നത്. തലേ ദിവസം പഠിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ അത് പരീക്ഷയിലേക്ക് എഴുതുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിക്കില്ല. പല പോർഷൻസും ടീച്ചേഴ്സ് എടുത്തിട്ടില്ല, കംപ്ലീറ്റഡ് അല്ല, ഇൻകംപ്ലീറ്റഡ് ആണ്. അതിനിടയിൽ അടുപ്പിച്ച് എക്സാം വരുമ്പോൾ തലേ ദിവസം പഠിച്ചാൽ പോരാ, മുൻകൂട്ടി പഠിച്ചിരിക്കണം. ഒരു പ്രൊഫഷണൽ കോഴ്സിനെ ഒരു വിദ്യാർത്ഥി എങ്ങനെയാണോ കണക്കാക്കുന്നത്, എങ്ങനെയാണോ കാണുന്നത്, അതേപോലെ ഡിഗ്രി കോഴ്സിനും ഡിഗ്രി എന്ന പ്രോഗ്രാമിനെയും കാണണമെന്ന് മനസ്സിലാക്കിയ വർഷം കൂടിയാണ് 2024. 4 വർഷ ഡിഗ്രി പ്രോഗ്രാം കേരളത്തിലും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന കാര്യം 2023 നമ്മൾ കേട്ടിരുന്നു. എന്നാൽ അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിച്ചത് 2024 ഈ വർഷം ഒന്നാം സെമസ്റ്റർ മുതൽ 4 വർഷ ഡിഗ്രി പ്രോഗ്രാം കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്, ഇതിലും ഉണ്ടായിട്ടുണ്ട്. ഒന്നാം സെമസ്റ്റർ റിസൾട്ടുകൾ MG, കേരള, കണ്ണൂർ സർവകലാശാലകൾ പബ്ലിഷ് ചെയ്തപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതുവരെയും പബ്ലിഷ് ചെയ്തിട്ടില്ല. നാളെ പബ്ലിഷ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഡിസംബർ 30 പബ്ലിഷ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ 2024 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിനും കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്നപ്പോൾ ഒരു വിദ്യാർത്ഥി അഥവാ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തോറ്റു. ആ സെമസ്റ്റർ പരീക്ഷയ്ക്ക് വേണ്ടി ഫീസ് അടച്ചു, സപ്ലിമെൻ്ററി എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങി. അതിനിടയിൽ സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്തപ്പോൾ തോറ്റ പേപ്പർ അഥവാ സപ്ലിമെൻ്ററി കിട്ടിയ പേപ്പർ വിജയിച്ചിരിക്കുന്നു. ഫെയിൽ എന്ന സ്റ്റാറ്റസ് നിന്ന് പാസ് എന്ന സ്റ്റാറ്റസിലേക്ക് മാറിയിരിക്കുന്നു. ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഇത് ജനറൽ മോഡറേഷൻ്റെ ഭാഗമാണത്രേ. എന്നാൽ കേരളത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മോഡറേഷൻ കൊടുക്കുന്നില്ല. പിന്നെ എന്ത് തേങ്ങയാണ് ജനറൽ മോഡറേഷൻ എന്ന് പലപ്പോഴും പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു. അത് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു സമസ്യയായി മുന്നോട്ട് പോകുന്നു. എനിവേ, തോറ്റ വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്തപ്പോൾ സപ്ലിമെൻ്ററി എക്സാമിന് അപ്ലൈ ചെയ്ത ശേഷമാണ് സ്റ്റുഡൻറ്റ് ലോഗിൻ വഴി ജോയിൻ ചെയ്തപ്പോൾ തോറ്റ പേപ്പർ വിജയിച്ചിരിക്കുന്നു. പൈസ പോയാലും ജയിച്ചുവല്ലോ എന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾ സന്തോഷിക്കുന്ന ഒരു കൊല്ലം കൂടിയായിരുന്നു 2024. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഒരു സെമസ്റ്റർ എക്സാമിനേഷന് കോൾ ഫോർ ചെയ്യുന്നത് വലിയ കാര്യമൊന്നുമല്ല. എന്നാൽ 3-4 തവണ എക്സാമിനേഷൻ മാറ്റുന്നത്, അതും ഒരു സെമസ്റ്റർ പരീക്ഷയ്ക്കല്ല, 1, 3, 5 സെമസ്റ്റർ പരീക്ഷകളിലൊക്കെ 3-ലധികം തവണ മാറ്റിയ വർഷവും 2024. റെക്കോർഡ് വേഗത്തിൽ UG PG റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്ത് യൂണിവേഴ്സിറ്റി മാതൃകയായെങ്കിലും UG PG അഡ്മിഷന് ഇനിയും വിദ്യാർത്ഥികൾ കിട്ടാതെ കുറേയധികം കോളേജുകൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കൊല്ലം കൂടിയായിരുന്നു 2024. സാധാരണ വിദ്യാർത്ഥികൾ മെയിൻ പേപ്പർ, സപ്ലിമെൻ്ററി പേപ്പറുകൾ എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നിന്ന്
മേജർ പേപ്പർ മൈനർ പേപ്പർ എന്ന രീതിയിലേക്ക് മാറ്റിയതും 2024 പല സർവകലാശാലകളിലും ഗ്രാജുവേഷൻ സെറമണി നടക്കുമ്പോൾ പല വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്, എന്നായിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു മാസ് ഗ്രാജുവേഷൻ സെറമണി നടക്കുക, അല്ലെങ്കിൽ ടോപ്പേഴ്സ് അവാർഡ് കൊടുക്കുക എന്നതൊക്കെ. എന്നാൽ ഇക്കൊല്ലം മുതൽ ഗ്രാജുവേഷൻ സെറമണി, UG ആൻഡ് PG, ദെൻ ടോപ്പേഴ്സ് അവാർഡ് തുടങ്ങിയവ കൊടുത്തതും 2024 പരീക്ഷ കഴിഞ്ഞ് സക്കീർ ഭായിക്ക് ഒരാഴ്ചയ്ക്കുള്ള റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. എന്നാൽ 45 ദിവസത്തിനുള്ളിൽ സപ്ലിമെൻ്ററി എക്സാമുകൾ നടത്താൻ സാധിക്കുമോ എന്ന കാര്യം പല വിദ്യാർത്ഥികളും പലപ്പോഴായി ചോദിച്ചതാണ്. എന്നാൽ അതിനുള്ള ഒരു മറുപടിയും കിട്ടിയിട്ടുണ്ട്. എന്നാൽ അത് നടപ്പിലാക്കാൻ പോകുന്നത് 2025 അങ്ങനെ ഒട്ടനവധി മാറ്റങ്ങളുമായി 2024 യൂണിവേഴ്സിറ്റിയോട് വിട പറയുമ്പോൾ ഇനിയും കുറേയധികം കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനുമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ഞാനും പറയുമ്പോൾ, കൂടെ നിന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്ത് നിങ്ങളും കൂടി ഉണ്ടാകുമ്പോൾ എല്ലാം ശുഭം. കൂടുതൽ അപ്ഡേറ്റിനായി കാത്തിരിക്കാം. അതുവരെയ്ക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.